ആദ്യ നമസ്കാരം. നിലവിൽ കേരളത്തിൽ വിവാദമായിട്ടൊരു വിവാഹമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് സംശയം ചോദിക്കുന്നു. വക്കീലെ, ഇത്തരം മന്ത്രിമാരും എം.എൽ.എമാരും രാഷ്ട്രീയക്കാരൊക്കെ ഇനിയിപ്പോൾ ജയിലിൽ പോകേണ്ടി വരുമോ ഒരു വിവാഹം നടത്തി കൊടുത്തതിൻ്റെ പേരിലെന്ന്? അപ്പോൾ അതിനുള്ള ഉത്തരവാണ്, അതായത് കേരളത്തിൽ നിലവിൽ ഇന്ത്യയിൽ 18 വയസ്സായ താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം നടത്തി കൊടുത്താലും അതിന് കാർമ്മികത്വം വഹിച്ചാലും വിവാഹം കഴിച്ചാലും കുറ്റകരമാണ്. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം, പോക്സോ ആക്ട് പ്രകാരമാണ് ഇത് ശിക്ഷാർഹമാണ്. അപ്പോൾ ഈ കേസിൻ്റെ അകത്ത് ഈ പെൺകുട്ടി പെൺകുട്ടി ഒരു ഹിന്ദുവാണ്, പെൺകുട്ടിയെ വിവാഹം കഴിച്ച ആൾ മുസ്ലിമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്ച്വലി രക്ഷിതാക്കളുടെ നാട്ടുകാരുടെ എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ വന്നിട്ട് ഇത്തരത്തിൽ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ അവരുടെ പ്രായപൂർത്തിയായെന്ന് കാണിക്കുന്ന ആധാർ കാർഡ് മറ്റും കാണിച്ച് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയക്കാരായാലും ഈ മന്ത്രിമാരായാലും എം.എൽ.എമാരായാലും മറ്റും ഇത് കൂട്ടുനിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമത്തിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഈ കല്യാണം നടത്തിക്കൊടുക്കുന്ന ആൾക്ക് ഇവർ പ്രായപൂർത്തിയായി എന്ന് ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിക്കൊടുത്തതെങ്കിൽ അവർക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടും. നിലവിൽ അവർ ചിലപ്പം കുറ്റപത്രത്തിൽ അവരുടെ പേര് വരെ ഉണ്ടാവും, അവരുടെ പേരിൽ കുറ്റം ചാർത്തപ്പെട്ടുണ്ടാവും, FIR ഉണ്ടാവും നിലവിൽ. എന്നാൽ കോടതിയിലേക്ക് കേസ് എടുക്കുന്ന സമയത്ത്, അതായത് എവിഡൻസിലേക്കും അതിൻ്റെ ഹിയറിങ്ങിലേക്കും പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ഇവർ കല്യാണം നടത്തിക്കുന്നത് ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ഇവർ പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് കോടതി എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വെറുതെ വിടും. സ്വാഭാവികം നമുക്കറിയാം, കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചൈൽഡ് മാരേജിനൊന്നും രാഷ്ട്രീയക്കാരായാലും എം.എൽ.എമാരായാലും മന്ത്രിമാരായാലും കൂട്ടുമെങ്കില ഇത് സ്വാഭാവികമായിട്ടും പറഞ്ഞ് പറ്റിക്കപ്പെട്ടതായിരിക്കും. ഇങ്ങനത്തെ കേസുകളിൽ ആരാണ് ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള രേഖ ഉണ്ടാക്കി അവർക്കെതിരേക്കും കുറ്റം ചാർത്തപ്പെടുക. സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം നടത്തിക്കുന്നത് ഇന്ത്യയിൽ കുറ്റകരമാണ്, അതിന് കൂട്ടുനിൽക്കുന്നത് കുറ്റകരമാണ്. അപ്പം ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള മോർ ലീഗൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. താങ്ക് യു.